ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നഷ്ടപ്പെട്ടു പോയ നിന്റെ പ്രതാപം വീണ്ടെടുത്ത് ഒരു ശുദ്ധികലശം നടത്താനാ. എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. പോകാൻ പാടുള്ളൂ. അന്നേ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാ. പരാജയം കൊണ്ട് മുഖം വീർപ്പിച്ച അനിയനെ ഇനി കാണരുത്, വിജയം കൊണ്ട് ചിരിക്കുന്ന മുഖം കാണണമെന്ന്. പരാജയം അറിയാത്തവന് പറഞ്ഞിട്ടുള്ളതാ ചിരി. അങ്ങോട്ട് ചിരിക്കടാ. വിക്രമിനെ കുറിച്ച് നീ പറഞ്ഞതെന്താ? നിന്നേക്കാൾ കോടീശ്വരനും ഉന്നതന്മാരുമായിട്ട് പിടിപാടുള്ളവനുമാണെന്ന്. അയാളോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന്. അങ്ങനെയുള്ള വിക്രമിന്റെ ബിസിനസ് പങ്കാളി ആയിരുന്നില്ലേ ജഗൻ? ആ ബിസിനസ് അല്ലേടാ നമ്മൾ പൊളിച്ചത്. അതെ 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 അതെ. പിന്നെ ചേച്ചി വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. എതിരാളി ശക്തനാണെങ്കിൽ തലകൊയ്യാൻ വാളെടുക്കരുതെന്ന്, തന്ത്രങ്ങൾ പ്രയോഗിച്ച് തറപറ്റിക്കണമെന്ന്. അല്ലേ? അതല്ലേടാ ഇപ്പൊ ഇവിടെ നടന്നത്. വിക്രമിനെ നമ്മൾ കാണുകയോ സംസാരിക്കുകയോ പോരടിക്കുകയോ ചെയ്തിട്ടില്ല. എന്നിട്ടും ജഗന്റെ വിക്രമുമായുള്ള ബിസിനസിന് അവസാനം കുറിക്കാൻ നമുക്ക് പറ്റി. സമ്മതിച്ചിരിക്കുന്നു ചേച്ചി. കുറുപ്പിനോട് കളിക്കുന്ന ആരായിരുന്നാലും അവരുടെ ഉറക്കം കെടുത്തിരിക്കും ഞാനല്ല ചേച്ചി. പിന്നെ മയക്കുമരുന്ന് കേസിൽപ്പെട്ടെ വന്ദന അകത്തായപ്പോ വന്ദനയുടെയും ജഗന്റെയും ഉറക്കം കെടുത്തിയിരിക്കല്ലേ. ഉറപ്പ് അവിടെയും വിജയിച്ചു. ചേച്ചി വിജയിപ്പിച്ചു. നീ ലക്ഷക്കണക്കിന് രൂപ സ്ത്രീധനം ചോദിച്ച് പീഡിപ്പിക്കുന്നു എന്നല്ലേ ആ ആട്ടക്കാരിയുടെ പരാതി. പരാതി കൊടുത്ത അതേ സ്റ്റേഷനിൽ തന്നെയാണല്ലോ അവളും ഇപ്പൊ കിടക്കുന്നത്. ഇനി ലോക്കപ്പിൽ കിടന്നുകൊണ്ട് തന്നെ ആയിക്കോട്ടെ അവളുടെ പോലീസുകാരുമായിട്ടുള്ള സ്ത്രീധന ചർച്ച. അതെ 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 അതെ. വസന്തേച്ചിയാണല്ലോ. ഇവരെന്തിനായിരിക്കും വിളിക്കുന്നത്? അങ്ങനെ വസന്തേച്ചി എന്നെ വിളിക്കാറൊന്നും ഇല്ലല്ലോ. ഏതായാലും തിരിച്ചു വിളിച്ചു നോക്കാം. ഹലോ ഹലോ മോനെ ജഗ. വസന്തേച്ചി എന്തിനാ കരയുന്നേ? എന്ത് പറ്റി? ജഗ മോനെ നീ എവിടെയാ? ഞാൻ അത്യാവശ്യമായിട്ട് ദീപുവിനെ ഒന്ന് കാണാൻ പോവായിരുന്നു. എന്ത് പറ്റി? ഇവിടെ ആകെ പ്രശ്നമാ. എന്താ പ്രശ്നം? അതൊന്ന് പറ. മോനെ നമ്മുടെ ബന്ധനെ പോലീസ് കൊണ്ടുപോയടാ. നീ വേഗം സൗത്ത് പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലു. എനിക്കാകെ പേടിയാവുന്നടാ. ഇതാരോ ചതിച്ചതാണെന്നാ തോന്നുന്നത്. ചേച്ചി ഫോൺ വെച്ചോ, ഞാൻ ഉടനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. മോനെ അവിടെ ചെന്നിട്ട് വിളിക്കണേ. ആ ശരി, ഞാൻ വിളിക്കാം. അതെ, ഉടനെ തെക്കേമടം തിരുമേനിയെ വിളിച്ചു വരുത്തി ഈ വീട്ടിലൊരു മന്ത്രവാദം നടത്തിയേ പറ്റൂ. നീ ഇതെന്താ പറയുന്നേ? ഒരു കാരണവുമില്ലാതെ തെക്കേ മഠത്തിനെ വിളിച്ചു വരുത്തി മന്ത്രവാദം ചെയ്യിപ്പിക്കേണ്ട ആവശ്യം ഇപ്പൊ എന്താ? ഇവിടെ പ്രേതശല്യമുണ്ട്. പ്രേതശല്യോ?
ആൺപ്രേതങ്ങളും പെൺപ്രേതങ്ങളും ഒരുമിച്ചു കൂടി പൊട്ടിച്ചിരിക്കാറുണ്ട്. അങ്ങനെയുള്ള പൊട്ടിച്ചിരി ഈ വീടിന്റെ മുക്കിലും മൂലയിലും ഒക്കെ ഞാൻ കേൾക്കാറുണ്ട്. എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു. എന്നിട്ട് ഞങ്ങളാരും അത് കേൾക്കുന്നില്ലല്ലോ. അതൊക്കെ നിന്റെ തോന്നല. അല്ല, ഇവിടെ പ്രേതബാധയുണ്ട്. ഉടനെ അതിനെ ആവാഹിച്ച് ഓടിച്ചില്ലെങ്കിൽ ഈ വീട്ടിലെ രക്തമെല്ലാം ആ പ്രേതങ്ങൾ ഊറ്റിയെടുക്കുക തന്നെ ചെയ്യും. ഇവളെന്തോന്നൊക്കെ ഈ പറയുന്നേ? ചേച്ചിക്ക് മനസ്സിലായില്ലേ? ഇവള് നമുക്കിട്ടൊന്ന് പണിയാൻ നോക്കിയതാ. ഓ, സന്തോഷം പങ്കിട്ട് നമ്മൾ കുറച്ചു നേരമായിട്ട് പൊട്ടിച്ചിരിക്കയല്ലേ. ഇവള് നിന്നെ ആൺപ്രേതവും എന്നെ പെൺപ്രേതവും ആക്കി. ആക്കിയതാണോ കുറ്റം? സ്വന്തം അനന്തരവന്റെ ഭാര്യ ലോക്കപ്പിൽ കിടക്കുമ്പോ മതി മറന്ന് ആഹ്ലാദിക്കുന്ന ഒരപ്പച്ചി, സ്വന്തം മകന്റെ ഉറക്കം കെടുത്തിയതിൽ ചിരിച്ചു മതിക്കുന്ന ഒരച്ഛനും. നിങ്ങളും പ്രേതങ്ങളും തമ്മിലൊക്കെ എന്താ വ്യത്യാസം? മതി മതി, നിർത്ത്. സ്വന്തം ഭർത്താവിനെ കരുതേച്ച് കാണിക്കാൻ കച്ച കെട്ടിയിരിക്കുന്ന മകനാണ് ഇവള് വെള്ള പൂശുന്നത്. അതെ, നിനക്കാദ്യമുണ്ടായത് ഈ ഭർത്താവാണ്. അത് കഴിഞ്ഞിട്ടാണ് മകനും മരുമകളും ഒക്കെ ഉണ്ടായത്, അല്ലേ ചേച്ചി? പിന്നെ എന്നെ ദ്രോഹിച്ചവരാരായിരുന്നാലും ഞാൻ തിരിച്ചടിച്ചിരിക്കും. അതിനു വേണ്ടത് സഹോദരിയുടെ ബുദ്ധിയാണെങ്കിലും നിന്റെ പേട്ട് ബുദ്ധിയാണെങ്കിലും ഞാൻ കടമെടുത്തിരിക്കും. ആയിക്കോ, പക്ഷെ സഹോദരനെ കൂട്ടുപിടിച്ച് സഹോദരി തീ കൊളുത്തിരിക്കുന്നതേ ഈ കുടുംബത്തിന്റെ അസ്ഥിവാരത്തിന്. അത് നിങ്ങളാരും മറക്കണ്ട. അസ്ഥിവാരത്തിന് തീ കൊളുത്താൻ വന്നോ ഇവളെ ഞാൻ? ചേച്ചി അത് കള. അവള് ചുമ്മാ വായി തോന്നിയ പിച്ചുമ്പയൊക്കെ പറഞ്ഞു വെച്ചിട്ട് ചേച്ചിക്കൊന്ന് ക്ഷമിച്ചൂടെ? എന്തെങ്കിലും ആവട്ടെ, ഞാൻ വന്നിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ നിന്റെ പ്രതാപം വീണ്ടെടുത്ത് ഒരു ശുദ്ധികലശം നടത്താനാ. എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. പോകാൻ പാടുള്ളൂ. മാനത്തെ കൊട്ടാരം